കരസേനാ മേധാവി ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നാണ് അവരുടെ രാജ്യമായി. ഉരുളെടുത്ത വയനാട്ടിലേക്ക് രക്ഷാദൗത്യത്തിനായി എത്തിയ സൈനികർക്കിടയിൽ മാസ്ക് ധരിച്ച ഉദ്യോഗസ്ഥർ. ഭാരതത്തിന്റെ മുൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ച സൈനികൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ മാസ്ക് ധരിച്ച് മുഖം മറച്ച ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി അറിയാം. 2017 കാശ്മീരിലെ പുൽവാമയിൽ ഒരു വീട്ടിൽ 2 തീവ്രവാദികൾ കടന്നു കയറി. ഇവരെ ഏത് വിധേനയും നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറെടുത്തു. ആ സൈനികരുടെ കൂട്ടത്തിൽ മലയാളിയായ ആലപ്പുഴ ജില്ലക്കാരനായ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ ഋഷി രാജലക്ഷ്മിയും ഉണ്ടായിരുന്നു. തീവ്രവാദികൾ കയറിയ ആ വീട്ടിലേക്ക് ഋഷി ഒരു ബോംബ് സ്ഥാപിക്കാൻ പോകുന്നു. ബോംബ് സ്ഥാപിച്ച് തിരിച്ചു വരുമ്പോൾ ഋഷിക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുന്നു. വെടിയുണ്ട തുളഞ്ഞു കയറിയത് ഋഷിയുടെ മുഖത്തിലേക്കാണ്. തെല്ലും പതറാതെ അദ്ദേഹം തീവ്രവാദികളെ തിരിച്ചാക്രമിക്കുന്നു. ആ 2 തീവ്രവാദികളുടെയും ജീവനെടുത്തിട്ടാണ് അദ്ദേഹം ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് ആശുപത്രിയിലെത്തിയ ഋഷിയുടെ മനോധൈര്യം കണ്ട് ആശുപത്രിയിലെ ഡോക്ടർമാർ പോലും അമ്പരന്നു. 23 സർജറികളാണ് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നടത്തേണ്ടി വന്നത്. മുൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നാണ്. ഇപ്പോൾ ഇദ്ദേഹം ചർച്ചയാകുന്നത് വയനാട് ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. ആ ദുരന്തഭൂമിയിൽ നിന്നുണ്ടായ ഒരു വീഡിയോ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരുപാട് സന്തോഷം. താങ്ക് യു. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തെത്തിയ ഓഫ് റോഡ് വാഹന ഉടമകളെ വാടാ ഹഗ്മി എന്ന് പറഞ്ഞ് അഭിനന്ദനം അർഹിക്കുന്ന കേണൽ ഋഷി രാജലക്ഷ്മിയാണ് നിങ്ങളെ കണ്ടത്. അവസാനം അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കുന്നു. അത് അവരുടേത് മാത്രമല്ല, കേരളത്തിലെ, ലോകത്തിലെ ഓരോ മുക്കിലും മൂലയിലും താമസിക്കുന്ന ഓരോ മലയാളിയുടെയും ഓരോ ഭാരതീയന്റെയും കൂടി സല്യൂട്ടാണ്. സല്യൂട്ട് കേണൽ ഋഷി രാജലക്ഷ്മി.